രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ.
പിടിയെ പറ്റി ആദ്യമായിട്ട് ഞാൻ ഈ പിടിക്കുന്ന കാണുന്നു. അപ്പോൾ ഞാനിതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. അപ്പോൾ പിടിയെന്ന് പറയുന്ന ഒരു നല്ല സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്ന കാണാനായിട്ട് വന്നതാണ്. അപ്പം പകുതി ഉണ്ടാക്കി കഴിക്കും, ബാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഉരുട്ടാനായിട്ടുള്ള ഭാഗം കിട്ടിയിട്ടുണ്ടല്ലേ? പിന്നെ മാത്രമല്ല, എല്ലാവരും കൈ കഴുകിയിട്ടാണോ ഇത് ഉരുട്ടൊക്കെ വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം. വാഴ്ത്തുന്നു രക്ഷകാ നിന്റെ നാമം. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരിപ്പൂക്കൾ. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരിപ്പൂക്കൾ. ഇന്നും ചൊരിയണമേ ഭവനത്തിലെ കണ്ണീരിൻ യോർദാൻ കരയിൽ. ഇന്നും ചൊരിയണമേ ഭവനത്തിലെ കണ്ണീരിൻ യോർദാൻ കരയിൽ. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു.
ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴം കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴം കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. പിടി എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ പലഹാരം സഭയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ കാനഡയിൽ വന്നപ്പോൾ കിട്ടിയ അവസരം വളരെയേറെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും അടുത്തുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നോയമ്പ് വീടുമ്പോഴൊക്കെ ഇത് കൂട്ടായിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ വിപുലമായിട്ട് ഉണ്ടാക്കി ഇതിൻ്റെ കൂടുതൽ പ്രചരണം നടത്താനായിട്ട് സഹായിക്കട്ടെ എന്ന്.
സർവസ്വവും മുന്നിലണച്ചു കുമ്പിടുന്നു. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുണ്യപ്പെട്ട ദിനത്തിലൂടെ നാം കടന്നു പോകുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ തൻ്റെ രക്ഷണ്യമായ കഷ്ടാനുഭവത്തിന് ഒരുങ്ങുന്നതായ ദിവസങ്ങളാണ് പരിശുദ്ധ സഭ ആചരിച്ചു വരുന്നത്. ആ ദിവസങ്ങളിലേക്ക് കർത്താവ് നമുക്ക് നൽകുന്നതായ അനേകം അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ഈ വചനത്തിലൂടെ നാം വായിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കല്യാണത്തിന് ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്, കല്യാണം വിളിക്കുന്നത് മുതൽ അത് ഉറപ്പിക്കുന്നത് മുതൽ ഒട്ടേറെ ചടങ്ങുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പ്രായം ചെന്ന വല്യപ്പച്ചന്മാരോ വല്യമ്മച്ചിമാരോ ഇല്ല. അവരെ അവരോട് ചോദിച്ചാൽ അറിയാം, തികച്ചും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കല്യാണ ചടങ്ങുകളാണ് അവിടെ കാണുന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ സ്നേഹിതരും ചർച്ചക്കാരും ഒക്കെ ഭവനത്തിലേക്ക് വരും. വീടിന്റെ മുമ്പിൽ മുറ്റത്ത് പന്തലിട്ട്, ഓലം വിളഞ്ഞ് പന്തലിട്ട് പനയോലകൾ കൊണ്ട് അലങ്കരിച്ച് എല്ലാം പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് കല്യാണ ദിവസത്തിലൊക്കെ ഈ നടക്കുന്നത്. ആ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കി വെക്കുകയും അതിനെ രുചിച്ച് നോക്കുകയും അതിന്റെ ഗുണമേന്മ കഴിയുന്നിടത്തോളം എല്ലാവരും ചേർന്ന് അത് പിടിയെന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി, എല്ലാവരും ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുവാനും അതുമായി ബന്ധപ്പെടുവാനും
കിട്ടുന്നതിലൂടെയുള്ള അനുഗ്രഹം. വണ്ടിയിൽ ഞാൻ തിരിച്ചു പോരുമ്പോൾ പിന്നെ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ 2-3 ദിവസം സമയവും പോകില്ല, പുറത്തിറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല, ആകെ കഷ്ടപ്പെട്ട മനസ്സും ഭാരപ്പെട്ടിരിക്കുക. വലിയൊരു സന്തോഷമായി. അപ്പോൾ ഒരു സാധനം പറയുകയാണ്, എൻ്റെ അച്ഛാ 5 മിനിറ്റെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾ കൊതിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞു പറയാ. ഇന്നലെ കിട്ടിയ ആ സന്ദർഭം, ആ അവസരം വളരെയേറെ സന്തോഷത്തിന്റെ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ഓട്ടത്തോടോട്ടം ഒരു ഭവനത്തിൽ കൂടുകയും നമ്മുടെ നാട്ടു നടപ്പിലെ രീതികളിൽ നാം ഇൻവോൾവ് ആകുകയും ദൈവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി അവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനത്തെ, ഈ നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര കഠോരമായ നടപ്പായിരുന്നാലും, സാഹചര്യങ്ങൾ എത്ര വിപരീതമായിരുന്നാലും, അതിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് കരുണയും കൃപയും ലഭിക്കാൻ തക്കവണ്ണം അവൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഹൃദയം ഉഷര മരുഭൂമിയാണെങ്കിൽ, നാം പച്ചവെള്ളത്തോട് സമാനമായ യാതൊരു രുചിയും മണമില്ലാത്തതാണ് എങ്കിൽ അവൻ പ്രവേശിക്കട്ടെ. അതിന് രുചിയും മണവും ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് തണലും, മറ്റുള്ളവർക്ക് സഹായവും, മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സഹനത്തിന്റെയും മാർഗം കാണിച്ചു വിടുവാൻ നാം മാതൃകയാകുമെങ്കിൽ ഈ നോമ്പ് ഏറ്റവും സന്തോഷകരമായിരിക്കും. ഈ നോമ്പ് അനുഗ്രഹത്തിൻ്റെതായിരിക്കും, തലമുറകളുടെ അനുഗ്രഹത്തിനായിരിക്കും. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി സ്വച്ഛമായൊരാഹാരത്തെ നൽകിയിടണമേ. മെച്ചമായൊരാഹാരത്തെ നൽകിയിടണമേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കെന്നും ദാനം ചെയ്യുക. സന്തോഷത്തെ ഞങ്ങൾക്കെന്നും ദാനം ചെയ്യണമേ. സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ മേശയിൽ നിന്ന് കർത്താവെ അടിയങ്ങൾ സന്തുഷ്ടരായിരിക്കുന്ന നിമിഷം കർത്താവെ, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണത്തെ അവിടെ നൽകിയതിനായി സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം. ഇതിനെ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി. ുവാൻ
അച്ഛന്മാർക്ക് കുട്ടികളിൽ പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കുന്നതിനുള്ള പങ്കിനെയും പറ്റിയുള്ള ചിന്തകൾ പങ്കുവച്ചു. തുടർന്ന് സമാജം കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നിർബന്ധമാക്കുമെന്ന് റെസല്യൂഷൻ എടുത്തു. 12 ഫെബ്രുവരി 2011 മഞ്ഞിലിക്കര ബാവയുടെ ഓർമ്മ കൊണ്ടാടലും ലവ് ഫീസ്റ്റും ഗംഭീരമാക്കാൻ തീരുമാനിച്ചുകൊണ്ട് യോഗം പിരിഞ്ഞു. മെമ്പേഴ്സ് അറ്റൻഡ് ജെസി തെരിയർ, കവിത അജു, മെൽവി അഭിലാഷ് ഗസ്റ്റ്, മീര പ്രിൻസ്, ഗീത എബ്രഹാം, സിസ്ലി ബാബു ആൻഡ് അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ വന്നില്ലേ നമ്മളെ ദൈവമായിട്ട് നടത്തിയ